നമസ്തേ. ഇന്ന് നാം ഭഗവത്ഗീതയുടെ 6-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ധ്യാനയോഗം അല്ലെങ്കിൽ ആത്മസംയമയോഗം എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. 47 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. 1-ാം അധ്യായത്തിലും 47 ശ്ലോകങ്ങളാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഓർത്തിരിക്കാൻ നമുക്ക് 6-ാം അധ്യായത്തിലും 47 ശ്ലോകങ്ങളാണുള്ളത്. ഇതിൽ ആത്മസംയമത്തെക്കുറിച്ച് അല്ലെങ്കിൽ ധ്യാനം എങ്ങനെ ധ്യാനിക്കണം അതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു. പക്ഷെ അധ്യായം തുടങ്ങുന്നത് സന്യാസത്തെക്കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ്. അസന്ദിഗ്ധമായി പറയുകയാണ്. അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയഃ സ സന്യാസീ ച യോഗീ ച ന നിരഗ്നിർന ചാക്രിയഃ. ഇതാണ്, അതായത് സന്യാസം എന്ന് പറയുന്നത് കാമ്യകർമ്മങ്ങൾ ചെയ്യാതിരിക്കുക, കർമ്മഫലം ആശ്രയിക്കാതെ, കർമ്മഫലത്തിൽ സംഘമില്ലാതെ, തെക്വാ കർമ്മഫല സംഘം എന്ന് 4-ാം അധ്യായത്തിൽ നാം കണ്ടതാണ്. തെക്വാ കർമ്മഫല സംഘം നിത്യതൃപ്തോ നിരാശ്രയഃ കർമ്മണ്യഭിപ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഹ എന്ന് 4-ാം അധ്യായത്തിൽ 20-ാം ശ്ലോകമാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. കാമ്യകർമ്മങ്ങളെ അല്ലെ കർമ്മഫലങ്ങളെ ആശ്രയിക്കാതെ കാമ്യ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. ഇതൊക്കെ എല്ലാം ഒരേ കാര്യം തന്നെയാണ്. കർമ്മഫലങ്ങളെ ആശ്രയിക്കാതെ കർമ്മം ചെയ്യുക, അതാണ് സന്യാസം. യോഗവും അത് തന്നെയാണ്. അപ്പം രണ്ടും സന്യാസവും യോഗവും രണ്ടും വ്യത്യസ്തമല്ല എന്ന് 5-ാം അധ്യായത്തിൽ ആദ്യം തന്നെ പറയുന്നുണ്ട്. അപ്പം അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞ് ഒന്നുകൂടെ ഒരു അടിവരയിട്ട് അതിൽ ഒരു തീർപ്പ് കൽപ്പിക്കുകയാണ്. 1-ാം ശ്ലോകമാണ്, 6-ാം അധ്യായത്തിൽ 1-ാം ശ്ലോകമാണ്. അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയഃ സ സന്യാസി. ആരാണോ കർമ്മഫലത്തെ ആശ്രയിക്കാതെ എനിക്ക് ഇന്നത് കിട്ടണം അല്ലെങ്കിൽ പറ്റത്തില്ല എന്നൊക്കെയുള്ള ആ ചിന്തയോടുകൂടി എനിക്ക് വേണ്ടി ഉള്ള ഒരു കർമ്മ നിർവഹണമല്ല അവിടെ നടക്കുന്നത്. ആ അനാശ്രിത കർമ്മഫലം, കർമ്മഫലം ഇന്നത് വരണം എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി അല്ല കർമ്മം ചെയ്യേണ്ടത്. അങ്ങനെ കർമ്മം ചെയ്യുന്നവൻ ചെയ്യേണ്ടതായ കർമ്മം, കാര്യം കർമ്മ, അങ്ങനെ ചെയ്യേണ്ടതായ കർമ്മം ആര് ചെയ്യുന്നു അവനാണ് യഥാർത്ഥത്തിൽ സന്യാസി, അവനാണ് യോഗി. ന നിരഗ്നിർന ചാക്രിയഃ. സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രിയത്വമല്ല, അതായത് കർമ്മം ചെയ്യാതിരിക്കുകയല്ല എന്നാണ് ഇവിടെ ഒന്നുകൂടെ ഉറപ്പിച്ചത്. നിരഗ്നിർ, നിരഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം നേടിയവൻ. അവന് പിന്നെ അഗ്നിയും കൊണ്ട് പോകുന്ന എവിടെയാണ്? ഒരു ഗുരുവിൻ്റെ അടുക്ക് ജ്ഞാന സമ്പാദനത്തിനായിട്ട് പോകുമ്പോഴാണ് ഈ അഗ്നിയോ അല്ലെങ്കിൽ വിറക് കൊണ്ടുപോകുന്നത്. പണ്ടത്തെ ഒരു പരിപാടിയായിരുന്നത്. അത് ഒന്നുകൂടെ പറയുന്നു. യം സന്യാസമിതി പ്രാഹുഹു യോഗം തം വിദ്ധി പാണ്ഡവ. സന്യാസവും യോഗവും ഒന്ന് തന്നെയാണ്. അത് ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുന്നതാണ്. ആരുരുക്ഷോർ മുനറിയോ, അത് യോഗം പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ അവർക്ക് കർമ്മമാണ് മാർഗമായിട്ടുള്ളത്. കർമ്മം ചെയ്താണ് യോഗത്തെ പ്രാപിക്കേണ്ടത്. അങ്ങനെ യോഗത്തെ പ്രാപിച്ചു കഴിഞ്ഞാലോ പിന്നെ ശമത്തോടു കൂടി ഇരിക്കുക. അവർ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകാതിരിക്കുക. യോഗം ചെയ്യുമ്പോൾ നമുക്കൊരു ശമ അവസ്ഥയാണ് നമുക്ക് കിട്ടുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എടുത്തു ചാടാതിരിക്കുക, അനാവശ്യമായിട്ടുള്ള അത് കാമ്യകർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. ഇതാണ് യോഗം കൊണ്ട് നമുക്ക് കിട്ടുന്നത്. വീണ്ടും നമ്മൾ അതിലേക്ക് പോകാതിരിക്കുക. അപ്പം ശമം പാലിക്കുക, അതാണ് യോഗാരൂഢനായിട്ടുള്ള ഒരാൾ ചെയ്യുന്നത്. ഇനി യോഗ ആരൂഢനായി അല്ലെങ്കിൽ യോഗത്തിൽ പ്രവേശിച്ചു, യോഗം ലഭിച്ചു എന്നറിയുന്ന എങ്ങനെയാണ്? യഥാഹി ന ഇന്ദ്രിയാർത്ഥേഷു ന കർമ്മസു അനുഷജ്ജതേ. ഇന്ദ്രിയാർത്ഥങ്ങളിലോ കർമ്മങ്ങളിലോ ഒരു ഉത്സാഹം കാണിക്കാതിരിക്കുക. അനുഷജ്ജതേ സർവസങ്കല്പസന, എല്ലാ കാമങ്ങളെയും ഉപേക്ഷിച്ച്, എല്ലാ കാമങ്ങളെയും ഉപേക്ഷിച്ചവന് ഇതിലൊന്നും ഉത്സാഹം കാണിക്കത്തില്ല. അത് തന്നെയാണ് പറയുന്നത്. എല്ലാ കാമങ്ങളെയും ഉപേക്ഷിച്ചവന്, ത്യജിച്ചവന് അവനാണ് യോഗാരൂഢൻ.
എപ്പോഴാണ് യോഗാരൂഢനാണെന്ന് പറയുന്നത്? ഒരാള് ഇന്ദ്രിയാർത്ഥങ്ങളിൽ നിന്ന് ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതിലേക്ക് സംഗതികൾ സ്വീകരിക്കപ്പെടുന്നത് 5 മീഡിയത്തിൽ കൂടിയാണ്. ആ മീഡിയം ആണ് ഇന്ദ്രിയ അർത്ഥം എന്ന് പറയുന്നത്. ശബ്ദം, സ്പർശം, ചെവിയിൽ കൂടെ കേൾക്കുന്നതാണ് ശബ്ദം. സ്പർശം ത്വക്കിൽ കൂടി കേൾക്കുന്നു. ശബ്ദ സ്പർശ രൂപം കണ്ണിൽ കൂടെ കാണുന്നത് കാഴ്ചയാണ്. രൂപം രസം നാക്കുകൊണ്ട് കാണുന്നത്. രസം ഗന്ധം മൂക്കുകൊണ്ട് അറിയുന്നത്. അപ്പൊ ഇതിൻ്റെ എല്ലാം ആ മീഡിയമാണ് ഈ ശബ്ദസ്പർശ രൂപ രസഗന്ധം. അതിൽ അങ്ങനെ അത് കണ്ടിട്ട് എന്തെങ്കിലും ഒരു ശബ്ദം കേട്ട് ഉടനെ ആ വഴിക്ക് ആ ശ്രദ്ധ അങ്ങോട്ട് പോകുക, അങ്ങനെ ഒന്നുമില്ല. അതിലൊന്നും ഒരു ഉത്സാഹം കാണിക്കാതിരിക്കുക. വന്ന് പതിക്കുന്നു, കേൾക്കുന്നു, നമുക്ക് അതിനകത്ത് സംഘമൊന്നും ഇല്ലാതിരിക്കുക. ഇതാണ് അങ്ങനെ ഒരാൾ ആ ഒരു അവസ്ഥയിലെത്തുക. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അയാൾക്ക് കർമ്മങ്ങളിൽ വ്യാപൃതനാകേണ്ട ആവശ്യവുമില്ല. സർവസങ്കല്പ സന്യാസം, എല്ലാ കാമങ്ങളെയും അയാൾ ഉപേക്ഷിക്കുന്നു. അങ്ങനെയുള്ളവൻ യോഗ പ്രാപ്തനാണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ ആ ഒരവസ്ഥയിൽ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വയം ഉന്നമിപ്പിക്കണം. അല്ലാതെ വെറുതെ സ്വയം പരിശ്രമിക്കണം ആ ഒരു അവസ്ഥയിലെത്താൻ. അല്ലെങ്കിലോ നിങ്ങൾ കാണുന്ന വഴിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കില്ല. ഒഴുക്കത്ത് വാലാട്ടി എന്ന് പറയുന്ന പോലെ ഒഴുക്കിനനുസരിച്ച് നിങ്ങൾ നീന്തിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് യാതൊരു സ്വസ്ഥതയും ഒരിക്കലും കിട്ടത്തില്ല. ഒരിടത്ത് ഒരു സംഗതി കണ്ടു, ഉടനെ അങ്ങോട്ട് പോയി, ഉടനെ വേറൊരു സംഗതി കണ്ടു, അങ്ങോട്ട് പോയി. അങ്ങനെ നിങ്ങൾക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവത്തില്ല. നിങ്ങൾ സ്വയം ആ അവസ്ഥയിൽ ഒരു സ്ഥിരബുദ്ധിയോടുകൂടി ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അതിനുവേണ്ടി നിങ്ങൾ സ്വയം ഉന്നമിപ്പിക്കണം, ഉദ്ധരിക്കണം. അതാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ശ്ലോകമാണ് ഭഗവത്ഗീതയിലെ 6:5. ഉദ്ധരേത് ആത്മനാത്മാനം. താൻ തന്നെ ഉദ്ധരിക്കണം. ന ആത്മാനം അവസാദയേത്. അവസാദയെന്ന് പറഞ്ഞാൽ നമ്മളെ കൈവിടരുത്. നമ്മൾ സ്വയം കൈവിടരുത്. നമ്മൾ സ്വയം ഉന്നമിപ്പിക്കുകയാണ് വേണ്ടത്. ഓ, ഞാൻ നശിച്ചു എന്നൊരു വിചാരം നമുക്കുണ്ടായി കഴിഞ്ഞാൽ പിന്നെ യാതൊരു രക്ഷയില്ല. നമ്മളെ ആർക്കും രക്ഷിക്കാൻ പറ്റത്തില്ല. നമ്മളെ രക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് മാത്രമാണ് അത് ചെയ്യുന്നത്. ആത്മൈവ ഹ്യ ആത്മനോ ബന്ധു. നമ്മുടെ ബന്ധു എന്ന് പറയുന്നതും ശത്രു എന്ന് പറയുന്നതും നമ്മൾ തന്നെയാണ്. നമ്മൾ ഉത്സാഹിച്ചാൽ നമ്മൾക്ക് നമ്മുടെ ബന്ധുവാകാൻ പറ്റും. വെറുതെ ഉത്സാഹിക്കുകയല്ല, നമ്മളെ സ്വയം നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. അങ്ങനെ നിയന്ത്രണത്തിൽ ഇരുന്നാലേ നമ്മുടെ ബന്ധുവാകുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മേൽ യാതൊരു നിയന്ത്രണവും ഇല്ലെങ്കിൽ കാണുന്നതിനെല്ലാം പിന്നാലെ പോകും. നമ്മൾ എല്ലാത്തിലും പോയി അനാവശ്യമായി ഇടപെടും. അതോടുകൂടി നമ്മൾ നശിച്ചു. ഇതാണ്. അപ്പൊ അത് നമ്മൾ സ്വയം ഉദ്ധരിക്കണം. നമ്മൾ സ്വയം കൈവിട്ട് കളയരുത്. പക്ഷെ അങ്ങനെ നമ്മൾ കൈവിടാതിരുന്നു കഴിഞ്ഞാൽ, ഇരിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ തന്നെ ബന്ധു ആകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പഠിക്കണം. നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കണം നമ്മൾ. അല്ലെങ്കിൽ നമ്മൾ ബന്ധുവല്ല. നിയന്ത്രിക്കുന്നില്ലെങ്കിൽ നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു. ആവശ്യമില്ലാത്തടത്ത് കയറി അഭിപ്രായം പറയും. ആവശ്യമില്ലാത്തടത്ത് കയറി ഓരോന്ന് ചെയ്യും, ഓരോന്ന് പ്രവർത്തിക്കും. അപ്പൊ നമുക്ക് തന്നെ ആപത്ത് വിളിച്ചു വരുത്തുകയാണ്. ഇതാണ്, നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രുവും മിത്രവും. അതാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഈ ശ്ലോകം നോക്കുക. ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹി ആത്മനോ ബന്ധു. താൻ തന്നെയാണ് തൻ്റെ ബന്ധു. ആത്മൈവ ഹി ആത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ. ഞാൻ തന്നെയാണ് എൻ്റെ ശത്രുവും. പിന്നെ എങ്ങനെയാണ്? ഞാനീ പറഞ്ഞതുപോലെ ബന്ധുവാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മേലൊരു കൺട്രോൾ വേണം. ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബന്ധുവല്ല. കൺട്രോൾ ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ശത്രു തന്നെ ആണ്. അങ്ങനെ നിയന്ത്രണം പാലിച്ച, സ്വയം ഉദ്ധരിച്ച ഒരു മനുഷ്യൻ, ഒരു യോഗപ്രാപ്തനായിട്ടുള്ള ഒരു ആൾക്ക് എല്ലാം തുല്യമായിട്ടാണ് അവൻ കാണുന്നത്. അവൻ കല്ലും മണ്ണും, കല്ലായാലും മണ്ണായാലും, സുഹൃത്തായാലും അതായത് ശത്രുവായാലും,
പിന്നെ മധ്യസ്ഥനായ, അതായത് ഉദാസീനമായിട്ട്, നമ്മളോട് ശത്രുത്വവും ഇല്ല മിത്രത്വവും ഇല്ലാത്ത ഒരാൾ, അതാണ് ഉദാസീനൻ എന്ന് പറയുന്നത്. മധ്യസ്ഥൻ, ദ്വേഷ്യൻ, ദ്വേഷമുള്ളവർ, അതുപോലെ ബന്ധുവായിട്ടുള്ളവൻ, ഇവരോടെല്ലാവരും നമ്മൾക്ക് തുല്യമായ രീതിയിൽ നമുക്ക് പെരുമാറാൻ പറ്റും. നമ്മളെല്ലാവർക്കും എന്ന് വെച്ചാൽ അവരുടെ ഒന്നും ബന്ധുത്വമോ ശത്രുത്വമോ ഒന്നും നമ്മളെ ബാധിക്കാതെ വരും. നമ്മളെ ബാധിക്കുന്നില്ല. നീ എങ്ങനെ വേണം, പക്ഷെ ഞാൻ എൻ്റെ കാര്യം ചെയ്തിരിക്കും, എൻ്റെ അഭിപ്രായം അനുസരിച്ച് ഞാൻ എൻ്റെ കാര്യം ചെയ്യിക്കും, ഞാൻ എൻ്റെ വഴിയെ പോകും. അതാണ് ദൃഢനിശ്ചയം എന്ന് പറയുന്നത്. അതിനൊരു മാറ്റം വരുത്താൻ വേറെ ഒരു ശക്തിക്കും, വേറെ ഏതെങ്കിലും ഒരു പ്രേരണകൾക്ക് പറ്റുകയില്ല. അത് അവൻ എൻ്റെ ബന്ധുവാണ്, അതുകൊണ്ട് എന്നാൽ ഒരു കണ്ണടച്ചു കളയാം, അങ്ങനെ ഒരു വിചാരമൊന്നും നമുക്ക് വരുത്തില്ല. നമ്മൾ യോഗാരൂഢനായിരിക്കണം. അങ്ങനെയാണെങ്കിലേ നമുക്കിങ്ങനെ വരാൻ പറ്റില്ല. നമ്മൾ അതിനനുസരിച്ച് നമ്മൾ സ്വയം ഉദ്ധരിച്ച് ആ അവസ്ഥയിലെത്തണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ നിലയിലായിരിക്കും പെരുമാറുന്നത്. അതുകൊണ്ട് നമ്മളുടെ സന്തോഷവും ദുഃഖവും ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതായി മാറും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബന്ധുവായാൽ ആനുകൂല്യങ്ങൾ കൊടുക്കുകയല്ല, അവിഹിതമായിട്ടുള്ള ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല. ശത്രുവായാലും നമ്മൾ അയാളോട് ന്യായം ചെയ്യും. അതാണ്. അപ്പം നമുക്ക് മനസ്സമാധാനത്തോടുകൂടി എന്നും ജീവിക്കാൻ പറ്റും. ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ അയാൾ നമ്മളുടെ ശരിയെ തിരിച്ചറിയും. അതാണ് നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ കാണാനൊരു അവസ്ഥയിലേക്ക്, കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ കാണാൻ നമുക്ക് കെൽപ്പ് തരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഈ യോഗ പ്രാപ്തിയോടുകൂടി എത്തിച്ചേരും എന്നാണ് കൃഷ്ണൻ പറയുന്നത്. കാരണം അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരെണ്ണമാണ്. കാരണം നമുക്ക് ഒന്നിലും കാമമില്ല, മോഹമില്ല, നമുക്ക് എന്തെങ്കിലും നേടണം, നമുക്ക് സ്വാർത്ഥതയില്ലാത്തവന് എപ്പോഴും ഒരു മനസ്സുഖം ഉണ്ടാകും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഈ യോഗം എന്ന് പറയുന്നതും അത് തന്നെയാണ്. കർമ്മങ്ങളിൽ ആ സ്വാർത്ഥത ഇല്ലാതിരിക്കുക, കർമ്മഫലങ്ങളെല്ലാം തനിക്ക് വേണ്ടി അടിച്ചു മാറ്റണമെന്ന് വിചാരിക്കാതിരിക്കുക. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കിടക്കും എന്ന് വിചാരിച്ച് ഓരോരോ കാര്യങ്ങൾ, അനാവശ്യ കാര്യങ്ങളിൽ ഇപ്പോൾ ഇടപെടുക, ഇതൊന്നും നമുക്ക് വരുത്തില്ല. എപ്പോഴാണ് നമുക്ക് പ്രത്യേകിച്ച് കാമങ്ങളൊന്നുമില്ല, മോഹങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ സ്വയം നിയന്ത്രിക്കാൻ പഠിച്ചില്ലെങ്കിൽ അത് പറ്റത്തില്ലെന്നാണ് ഇപ്പോഴും പറഞ്ഞു നിർത്തിയത്. സ്വയം നിയന്ത്രിച്ചാൽ നമുക്ക് നമ്മുടെ മേലുള്ള കൺട്രോൾ ഉണ്ടെങ്കിലേ നമ്മൾ നമ്മുടെ ബന്ധുവാവുകയുള്ളൂ എന്ന് പറഞ്ഞു. അതിനെന്താണ് ആ കൺട്രോൾ വരുത്തുന്ന നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കണം. അതിനുള്ളതാണ് ഈ ധ്യാനം. എങ്ങനെയാണ് ധ്യാനം ചെയ്യുന്നത്? അതാണ് അടുത്ത ഒരു 3-4 ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത്. നല്ല ശുചിയുള്ള ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ടുള്ള ഒരാസനത്തിലിരിക്കുക. വലിയ പൊക്കമോ വലിയ താഴ്ചയോ ഒന്നും ഇല്ലാത്ത ഒരു ആസനം. അത് നല്ല ബലമുള്ള ഒരു ആസനം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊതിഞ്ഞു പോവുകയുള്ളൂ ഒന്നും ചെയ്യരുത്, ആടുന്നതൊന്നും ആയിരിക്കരുത്. അങ്ങനെ സ്ഥിരതയുള്ള സ്ഥിരമായിട്ടുള്ള ഒരു ആസനത്തിൽ, സ്ഥിരമായിട്ട് എന്നേക്കുള്ളതെന്നുള്ളതല്ല, നമ്മൾ ചലിക്കുമ്പോൾ അത് ഒരു സ്റ്റേബിൾ ആയിരിക്കണം. അതാണ് അവിടെ പറയുന്ന കാര്യം. പിന്നെ അത് ഒരുക്കണം. അതിൻ്റെ പുറത്ത് കുറേ ഇതിനകത്ത് പറയുന്നതാണ്. ഇതൊന്നും ബാധകമല്ല. കുശപ്പുല്ലിടുക, എന്നിട്ട് അതിൻ്റെ മേളിൽ ഒരു തോലിടുക, അതിൻ്റെ മുകളിൽ ക്ലോത്ത്, അതായത് നമ്മുടെ തുണി കൊണ്ടുള്ള ഒരു വിരിപ്പിടുക. അപ്പം അങ്ങനെ അതിൻ്റെ പുറത്തിരുന്ന് വേണം ഇത് ചെയ്യാൻ എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ അങ്ങനെയൊന്നും അല്ല. നമുക്ക് ഇരിപ്പ് സുഖമാക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് അത്. അപ്പം ഇരിക്കുന്നത് എവിടെ, എങ്ങനെ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു 6-11 ശ്ലോകത്തിൽ പറയുന്നത്. ശുചൗദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനം ആത്മനഃ ന അത്യുച്ഛ്രിതം ന അതിനീചം ചൈലാജിന കുശോത്തരം. ഇതാണ്. വളരെ പൊക്കമുള്ളതായിരിക്കരുത്, എന്നാൽ ഏറ്റവും കുഴി പോലുള്ള ഒരു സ്ഥലമായിരിക്കത്തിൽ. നല്ല കുഴി പോലുള്ളതെന്നുള്ളതല്ല, ഒരുപാട് പൊക്കമുള്ള ഒരു പീഠം ഒന്നും ആയിരിക്കരുത് എന്നർത്ഥം. കുറച്ച് പൊക്കം കുറഞ്ഞ ഒരു സ്ഥലത്ത്, എന്നുവെച്ചാൽ നമുക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റണം. ആ രീതിയിലുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുക. അവിടെയാണ് എന്നിട്ട് എന്ത് ചെയ്യണം? തത്ര, അവിടെ ഏകാഗ്രം മനഃകൃത്വ, മനസ്സിനെ ഏകാഗ്രമാക്കണം. യഥ ചിത്തേന്ദ്രിയ ക്രിയക, അതായത് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുക. ഉപവിശ്യ ആസനെ യുഞ്ജ്യാത് യോഗം
ആത്മവിശുദ്ധയെ അവിടെ ഇരുന്നുകൊണ്ട് ആത്മശുദ്ധിക്കായിട്ട് യോഗം ചെയ്യണം. എങ്ങനെയാണ്? സമം കായ ശിരോഗ്രീവം, നമ്മുടെ ശരീരവും കഴുത്തും പിന്നെ തലയുമെല്ലാം ഒരേ രേഖയിൽ വരത്തക്കവണ്ണം നല്ല സ്റ്റഡി ആയിട്ട് ഇരിക്കുക. അതാണ് ആ ഇരിപ്പിൻ്റെ രണ്ടാം ഘട്ടമാണത്. ധാരയൻ അജലം സ്ഥിര, അതായത് ഇതെല്ലാം നല്ല അചലമായിട്ട് അനക്കങ്ങളൊന്നും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് അങ്ങോട്ടിരിക്കുക, നേരെ ഇരിക്കുക. ഇതാണ് അവിടെ ചെയ്യേണ്ടത്. എന്നിട്ട് സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം, തൻ്റെ നാസികാഗ്രത്തിലേക്ക് നോക്കണം. ദിശശ്ച അനവലോകയൻ, മറ്റ് സ്ഥലങ്ങളിലേക്കൊന്നും നോക്കാതിരിക്കുക, ഇവിടെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അങ്ങോട്ട് നോക്കണമെന്നാണ് സംപ്രേക്ഷ്യ നാസികാഗ്രം എന്നാണ് പറയുന്നത്. നാസികയുടെ അഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഗ്രമല്ല, ഈ പോയിന്റാണ്. അതായത് രണ്ട് പുരിയങ്ങൾ ചേരുന്ന പോയിന്റ്, അവിടെ നിന്നാണല്ലോ നമ്മുടെ മൂക്ക് താഴോട്ട് വരുന്നത്. അപ്പം അഗ്രം എന്ന് പറഞ്ഞാൽ ആദ്യം, തുടക്കം എന്നൊരർത്ഥമുണ്ട്. അതാണ് അവിടെ ചെയ്യേണ്ടത്. അവിടെ നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക. എന്തുകൊണ്ടാണ് അവിടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കണമെന്ന് പറയുന്നത്? കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഒരു വര വരച്ചാൽ അവിടെയാണ് നമ്മുടെ ബോധഹൃദയം സ്ഥിതി ചെയ്യുന്നത്. തലച്ചോറിന് താഴെയായിട്ട് ബോധഹൃദയം, അവിടെ നിന്നാണ് എല്ലാ നാഡികളും പുറപ്പെടുന്നത്. ആ ബോധഹൃദയത്തിലാണ് ആത്മാവ്, അവിടെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് ആത്മാവ് നമ്മുടെ ശരീരത്തിൽ വ്യാപിച്ചു നിൽക്കുന്നത് എന്നാണ് നമ്മുടെ ഉപനിഷത്തുകളെല്ലാം, പ്രശ്നോപനിഷത്ത് പറയുന്നത് അതാണ്. അതുകൊണ്ടാണ് ആ പോയിന്റിന്റെ പ്രസക്തി അങ്ങനെ വരുന്നത്. അതുകൊണ്ടാണ് ആ പ്രസക്തി, അതുകൊണ്ടാണ്. അപ്പം എന്താണ്? സംപ്രേക്ഷ്യ നാസികാഗ്രം. അഗ്രം എന്ന് പറയുമ്പോൾ പലരും ഈ തുമ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്നുള്ളൊരു അർത്ഥമുണ്ട്, മുന്നിൽ എന്നുള്ളൊരു അർത്ഥമുണ്ട്. അപ്പൊ അത് നമ്മൾ ഇത് മനസ്സിലാക്കണം. ഇതിന് ഒരു പ്രസക്തിയുമില്ല, അതും നമ്മൾ മനസ്സിലാക്കും. പ്രസക്തി മറ്റേ പോയിന്റിനാണ്, മൂക്കിന്റെ തുടക്കത്തിലാണ്, അതിനാണ് പ്രസക്തി. അപ്പൊ അവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് യോഗം ചെയ്യണം എന്നുള്ളതാണ് ഇത് ഇവിടെ പറയുന്നത്. ഇതാണ് ധ്യാനത്തിൻ്റെ ഒരു ഇരിപ്പ്. അവിടെ ഇരുന്ന് നമ്മൾ ഏകാഗ്രമായിട്ട് നമ്മൾ മനസ്സിനെ ഏകാഗ്രമാക്കി വെക്കുക. ഇതിൻ്റെ പിന്നിലോട്ട് തന്നെ നമുക്ക് നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കാം. കണ്ണടച്ച് അങ്ങോട്ട് കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ അവിടെ തലാമസ് എന്ന് പറയുന്ന ബോധഹൃദയം ഉണ്ടാകും. ആ ബോധഹൃദയത്തിന് ഒരു പ്രകാശമായിട്ട് നമുക്ക് ആത്മചൈതന്യത്തിൻ്റെ ആസ്ഥാനത്തെ സങ്കല്പിക്കാം. അങ്ങനെ നിശ്ചലമായിട്ടിരിക്കുക, കഴിയുന്നത്ര സമയം ഇരിക്കുക. അങ്ങനെയാണ് നമ്മൾ ഏകാഗ്രചിത്തനായി തീരുന്നത്. ആ ഏകാഗ്രത ഉണ്ടെങ്കിൽ നമുക്ക് സ്വയം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റൂ. നമ്മളെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് അഭ്യസിക്കണം. എവിടെയെങ്കിലും ഒന്ന് ശ്രദ്ധ കുറേ സമയം ഒരു ഒക്കെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ശ്രദ്ധ വാളിപ്പോകാതെ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് നിർത്താൻ നമുക്ക് കഴിയണം. അത് അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർക്കാണ് അവരുടെ ഇച്ഛാശക്തിയെ ശരിക്കും പ്രയോഗിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയാണ് നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നത്. നമുക്ക് മറ്റുള്ളവരെയും പിന്നീട് നിയന്ത്രിക്കാൻ നമുക്ക് പറ്റും. നമുക്ക് സ്വയം നിയന്ത്രിച്ചിട്ട് വേണ്ടേ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ. അപ്പൊ നമ്മൾ ഇത് ആദ്യം ശീലിക്കണം. ഇതിനു വേണ്ടിയാണ്, അതായത് ആത്മനിയന്ത്രണത്തിന് വേണ്ടിയാണ്, തന്നെ കൺട്രോളിൽ നിർത്തുന്നതിന് വേണ്ടിയാണ് ഈ ഏകാഗ്ര ഒരു എക്സർസൈസ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിനെ ഏകാഗ്രമാക്കുന്ന ഈ എക്സർസൈസ് നമ്മൾ ചെയ്യുന്ന അതിനു വേണ്ടിയാണ്. അപ്പൊ അത് നമ്മൾ ചെയ്യണം. ഇതാണ് ഈ ധ്യാനത്തെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നത്. ഇങ്ങനെ ഇരുന്ന് അങ്ങനെ എപ്പോഴാണോ ഈ നിയന്ത്രിക്കപ്പെട്ട ചിത്തം, യഥാ വിനിയതം ചിത്തം ആത്മന്യേവ അവതിഷ്ഠതേ, നമ്മളെ തന്നെ നമ്മുടെ മനസ്സിനെ നമ്മളിൽ തന്നെ കേന്ദ്രീകരിക്കാൻ നമുക്ക് എപ്പോഴാണോ സാധിക്കുന്നത്, നിസ്പൃഹ സർവകാമേഭ്യഹു, അതായത് എല്ലാ കാമങ്ങളെയും
നമ്മൾ എപ്പോഴാണോ ഉപേക്ഷിക്കുന്നത്, ഒന്നിലും ഒരു കാമത്തിലും നമുക്ക് ആകർഷണം ഇല്ലാതെ വരുന്നത് എപ്പോഴാണോ അപ്പോൾ നമ്മൾ യോഗയുക്തനായി തീരുന്നു. അപ്പോൾ നമ്മൾ യോഗയുക്തനാണെന്ന് പറയപ്പെടുന്നു. ഇതാണ് അത് 6:18 ശ്ലോകത്തിലാണ് അത് പറയുന്നത്. യഥാ വിനിയതം ചിത്തം എന്നുവെച്ചാൽ നിയന്ത്രിക്കപ്പെട്ട ചിത്തം ആത്മന്യേവ അവതിഷ്ഠതേ, ആത്മൻ തന്നെ ഇങ്ങനെ കേന്ദ്രീകരിച്ച് നമ്മുടെ ചിത്തത്തെ വെളിയിലോട്ട് പോകാതെ, നമ്മുടെ മനസ്സിനെ വെളിയിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ നമ്മളിൽ തന്നെ കേന്ദ്രീകരിച്ച് നിർത്താൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മുടെ കാമങ്ങളെല്ലാം നമ്മൾ കളയുകയും വേണം. വെളിയിലോട്ട് പോയില്ലെങ്കിൽ കാമങ്ങൾ നമ്മളെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? മറ്റു വെളിയിലുള്ള ഭൗതിക വസ്തുക്കളിലേക്ക് നമ്മളെ വലിച്ചടിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങൾ പോകുന്നു. അപ്പൊ നമ്മുടെ മനസ്സും അതിനൊപ്പം പോകുന്നു. അങ്ങനെ മനസ്സ് ഇന്ദ്രിയങ്ങൾക്ക് പിന്നാലെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാറ്റത്ത് പെട്ട വള്ളം പോലെ നമ്മളിങ്ങനെ നശിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ എവിടെങ്കിലുമൊക്കെ പോയി അടിയും. ഇതാണ്. അപ്പൊ അതിന് നമ്മളെപ്പോഴും ആ ഇന്ദ്രിയങ്ങളെയും അതുപോലെ മനസ്സിനെയും നിയന്ത്രിക്കണം. നമ്മുടെ കാമങ്ങളെയെല്ലാം ഉപേക്ഷിക്കണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ യോഗയുക്തനായി തീരുന്നത്. ഇതാണ് ഇവിടെ യോഗത്തെക്കുറിച്ച് പറഞ്ഞ് നിർത്തുന്ന കാര്യമാണിത്. ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏകാഗ്രചിത്തനായി കഴിഞ്ഞു. അപ്പൊ നമുക്ക് നമ്മളെ ഒരു കാമങ്ങൾക്കും നമ്മളെ ചലിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയെത്തും. ഒരു ദീപം വലിയ കാറ്റത്ത് കത്തിച്ചു വെച്ചാൽ അത് എപ്പോഴാണോ അത് അപ്പോഴും ഒരിക്കലും അത് ചാഞ്ചാടാതിരിക്കുമെങ്കിൽ, അതേപോലെയാണ് ഈ യോഗ സ്ഥിതനായിട്ടുള്ള ഒരാളെ ഒരു കാമങ്ങൾക്കും അയാളെ ചലിപ്പിക്കാൻ പറ്റത്തില്ല. അയാൾ അങ്ങനെ തന്നെ അചഞ്ചലനായിട്ട് വർത്തിക്കും. ഇതാണ് ഇവിടെ പറയുന്ന ഒരു ഉപമയാണ്. യഥാദീപോ നിവാദസ്തോ നേംഗദേശോ ഉപമാ സ്മൃത. അതാണ് ഉപമ. അയാളുടെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ഉപമ അതാണ്. കാറ്റത്ത് കത്തിച്ചു വെച്ച ഒരു ദീപം അനങ്ങാതിരിക്കുന്നത് എങ്ങനെയാണ്, അതുപോലാണ് യോഗസ്ഥനായിട്ടുള്ള ആള് കാമങ്ങളാൽ അയാള് ചലിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളത്. അപ്പം കാമങ്ങളാൽ ചലിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ അയാൾ നിത്യമായ ആനന്ദത്തിൽ തന്നെ കിട്ടും. കാരണം എന്താണ്? കാമങ്ങൾക്ക് പിന്നാലെ നമ്മൾ പോയി കഴിഞ്ഞാൽ കാമിക്കുന്ന കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ക്രോധം ഉണ്ടാകും, വിഷമം ഉണ്ടാകും, ദേഷ്യം ഉണ്ടാകും. ഇങ്ങനെ നമ്മളെ തന്നെ കൈവിട്ട് കളയുകയാണത്. ഇനി ഈ രീതിയിൽ സ്വയം നിയന്ത്രണം ആത്മാവിൽ തന്നെ തൻ്റെ ചിത്തത്തെ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്ന ഒരാള് വാസ്തവത്തിൽ അയാൾ എല്ലാ ഭൂതങ്ങളെയും തന്നിൽ തന്നെ കാണും, അല്ലെങ്കിൽ ആത്മാവിൽ ദർശിക്കുന്നു എന്ന് പറയും. ഒരു ആത്മാവാണെന്നാണല്ലോ നമ്മുടെ സങ്കല്പം. നമ്മളെല്ലാം ആത്മാവ് തന്നെയാണ്, ഒരേകമായ ആത്മാവ് തന്നെയാണ്, വിവിധ രൂപങ്ങൾ എടുത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഈ രൂപത്തിൽ ഞാനെന്ന് പറയുന്നത് ഈ രൂപത്തിലുള്ള ആത്മാവാണ്, ഈ രൂപം എടുത്തിരിക്കുന്ന ആത്മാവാണ്. അപ്പൊ ഞാൻ എല്ലാ ഭൂതങ്ങളെയും എനിക്ക് കാണാൻ പറ്റും. കാരണം ഞാൻ എല്ലാത്തിലും ആത്മാവിനെയാണ് ഞാൻ കാണുന്നത്. അപ്പൊ പിന്നെ എന്നിലും ഞാൻ ആത്മാവിനെ കാണും എല്ലാത്തിലും. അപ്പൊ എന്നിൽ എല്ലാ ഭൂതങ്ങളെയും എനിക്ക് കാണാൻ പറ്റും. അതാണ് വിശ്വരൂപ ദർശനം എന്ന് പറയുന്ന സംഗതി. അതാണ് സ്വന്തം ശരീരത്തിൽ കൃഷ്ണൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രദർശിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാം അത് മാത്രമല്ല, നമ്മൾ ശാസ്ത്രീയമായിട്ട് ആലോചിച്ചു കഴിഞ്ഞാലും ശരി, ഒരു ഏകകോശ ജീവിയിൽ നിന്നാണല്ലോ നമ്മളെല്ലാം ഉണ്ടായി വന്നത്. അന്നാണല്ലോ ശാസ്ത്രം തന്നെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഏകകോശ ജീവിയിൽ പിന്നീടുണ്ടായതും ഇനി ഉണ്ടാകാനിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ ജീവികൾക്കും വേണ്ട കരുക്കൾ അടങ്ങിയിട്ടുണ്ടായിരുന്നിരിക്കണം. അല്ലാതെ വേറെ ഒരെണ്ണം പുതിയതായിട്ട് എങ്ങൊന്നും വരാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒന്നും ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. ഉള്ള ഒന്നിന്റെ പരിവർത്തനങ്ങളെ നമ്മൾ കാണുന്നുള്ളൂ, ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ കാണുന്നുള്ളൂ. അത് ശാസ്ത്രവും പറയുന്നതാണ്. അതെന്ന് വെച്ചാൽ ഒന്നിന് എനർജിയെ ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ നമുക്ക് കഴിയുന്നതല്ല. അതുപോലെ തന്നെയാണ് ഇതും. അത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞ ഉദാഹരണമാണ്. ഇപ്പൊ ഓക്സിജനും ഹൈഡ്രജനും ഇല്ലാത്ത രണ്ട് വസ്തുക്കൾ തമ്മിൽ പ്രതിപ്രവർത്തിച്ചാൽ ഒരിക്കലും വെള്ളം ഉണ്ടാകത്തില്ല. അത് തന്നെയാണ് ഇത് കാരണം. എന്ന് വെച്ചാൽ ഇതിനകത്ത് എല്ലാവരിലും എല്ലാം ഉണ്ട്.
ചില കാര്യങ്ങൾക്ക് മാത്രമേ, ശരീരത്തിൻ്റെ പരിമിതി വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രമേ ആ ഓരോ വ്യക്തിയിലും തെളിഞ്ഞു വരുന്നുള്ളൂ എന്നേ ഉള്ളൂ. എന്നിൽ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും ഇപ്പോഴെൻ്റെ ശരീരത്തിലൂടെ തെളിഞ്ഞു വരുന്ന കാര്യങ്ങളല്ല എന്നിലുള്ളത്. അതിനേക്കാൾ എത്രയോ അനന്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എനിക്ക് എൻ്റെ മക്കളിൽ കൂടി തെളിഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നിൽ കാണുന്ന കാര്യങ്ങളായിരിക്കണമെന്നില്ല. വളരെ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളും വ്യത്യസ്തമായിട്ടുള്ള താല്പര്യങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളുമായിരിക്കും അവരിൽ തെളിഞ്ഞു വരുന്നത്. അവർ വേറെ വ്യക്തികളായി മാറുന്നത് അതുകൊണ്ടാണ്. രൂപങ്ങൾ പോലും എന്നോട് സാമ്യം ഉണ്ടെങ്കിലും എൻ്റെ രൂപമല്ലല്ലോ, കാർബൺ കോപ്പികളല്ലല്ലോ മക്കൾക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അതാണ് അതിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത്. അതാണ്. അപ്പൊ എല്ലാ ജീവികളെയും നമുക്ക് ആത്മാവിൽ കാണണം, എന്നിൽ തന്നെ കാണാം, അതുപോലെ തന്നെ എന്നെ എല്ലാ ജീവികളിലും കാണാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് കാമങ്ങളുടെ ആവശ്യമില്ല. കാരണം എന്നിൽ എല്ലാ ജീവികളും ഉണ്ട്. പിന്നെ ഞാൻ എന്തിനെ കാമിക്കാൻ? അപ്പൊ എല്ലാ ജീവികളും എൻ്റെ അംശമാണ്. പിന്നെ ഞാൻ എന്തിനെ കാമിക്കാനാണ്? അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ദർശനം ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സമത്വ ദർശനം ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനെയുള്ള സമത്വ ദർശനം ഉണ്ടാകുന്നതാണ് വിശേഷപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഒരു സമത്വ ദർശനം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു കാമങ്ങളും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സുഖം, നിത്യമായ മനസ്സുഖം ഉണ്ടാകും. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മളിലുണ്ടെങ്കിൽ, നമ്മളിൽ തന്നെയാണ് നമുക്ക് വേണ്ട ആനന്ദം. സച്ചിദാനന്ദ സ്വരൂപമാണ് നമ്മൾ. ആ സ്വരൂപത്തിന്റെ ഒരു ഭൗതിക പ്രകടനമാണ് നമ്മൾ. അപ്പൊ ആനന്ദം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആന്തരിക ഘടകം തന്നെയാണ്, അനിവാര്യ ഘടകമാണ്. അപ്പൊ ആ ഘടകത്തിലൂടെയാണ് നമ്മൾ ഘടകത്തിന്റെ ഒരു മറ്റൊരു ഒരു വസ്തുവിൽ കൂടി പ്രകടിതമാകുന്നതിന്. ഇപ്പൊ കാറ് വാങ്ങിച്ചാൽ നമുക്ക് ഭയങ്കര സന്തോഷമാകുന്നു. പക്ഷെ കാറ് സന്തോഷമാകും, കുറെ കഴിഞ്ഞ് ചിലപ്പോൾ അത് ദുഃഖമാകും. നമ്മൾ യാത്ര പോകുമ്പോൾ കാർ എവിടെങ്കിലും വെച്ച് ഒരു ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ശല്യമായി തരും. അപ്പൊ ഒരേ വസ്തു തന്നെ, ഭൗതിക വസ്തു, ഒരേ വസ്തു. ആ ഭൗതിക വസ്തുവിൽ ഇരിക്കുകയല്ല നമ്മുടെ ആനന്ദവും സങ്കടവും ഒന്നും. ഭൗതിക വസ്തുവിൽ നിന്ന് നമ്മൾ അത് ഡിറൈവ് ചെയ്യുകയാണ്. നമ്മളിലുള്ളതിനെ ആ ഭൗതിക വസ്തുവിൽ കൂടി നമ്മൾ ഡിറൈവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ആ ഭൗതിക വസ്തു നമുക്കൊന്നും തരുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഭൗതിക വസ്തുവായിട്ട് നമുക്ക് കാറ് സന്തോഷത്തെ തരാനുള്ള ഒരു ഉപാധി അല്ല. നമുക്ക് സന്തോഷം അനുഭവിക്കാനുള്ള ഒരു ഉപാധിയാണ് കാറ്. അതുപോലെ തന്നെ അതേ സാധനം വെച്ച് തന്നെ നമ്മൾ സങ്കടത്തെയും അനുഭവിക്കും. അത് രണ്ടും ഉള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. സങ്കടമായാലും, അതായത് സന്തോഷമായാലും സന്താപമായാലും എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. അത് ഈ ആനന്ദത്തിന്റെ ദ്വന്ദ്വ രൂപങ്ങളാണ് ഈ സുഖവും ദുഃഖവും എന്ന് പറയുന്നത്. രണ്ടും ചേർന്ന് ഒന്നായി കഴിഞ്ഞാൽ അതാണ് ആനന്ദം എന്ന് പറയുന്നത്. ഒരു നിർഗുണ അവസ്ഥ എന്ന് പറയുന്നത് ആനന്ദം എന്ന് പറയുന്നത് അതാണ്. ഇത് എല്ലാത്തിൻ്റെയും നെഗറ്റീവും പോസിറ്റീവും ചേർന്ന് പൂജ്യമായി തീരുന്ന ഒരവസ്ഥയാണ്. ഒന്നുമില്ലാത്ത ഒരവസ്ഥയാണ്, ഒന്നും അല്ലാത്ത ഒരവസ്ഥയാണ്. രണ്ട് ദ്വന്ദ്വങ്ങളും അവസാനിക്കുന്ന അവസ്ഥയാണ് ഈ ആനന്ദം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരും. എങ്ങനെ? ഈ സമത്വ ദർശനത്തിൽ കൂടി. എല്ലാ ഭൂതങ്ങളും നമ്മളിലുണ്ട്, നമ്മൾ എല്ലാ ഭൂതങ്ങളിലും ഉണ്ട്. ആ ഒരു അവസ്ഥ, ആ ഒരു ദർശനം നമുക്ക് കിട്ടണം. അതാണ് നമ്മൾ ഈ യോഗ പ്രാപ്തിയിലൂടെ നേടുന്നത്. ഇനി കൃഷ്ണൻ പറയുന്നു, യോ മാം പശ്യതി സർവത്ര. എന്നെ ആരാണോ എല്ലാത്തിലും എല്ലായിടവും കാണുന്നത് ആരാണോ, സർവം ച മയി പശ്യതി, എല്ലാം എന്നിൽ കാണുന്നത് ആരാണോ, തസ്യാഹം ന പ്രണശ്യാമി, അവന് ഞാൻ ഇല്ലാതെ ആവത്തില്ല. എന്ന് വെച്ചാൽ അവനിൽ ഞാൻ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. സച്ച മേ ന പ്രണശ്യതി, അവൻ എനിക്കും എപ്പോഴും, എന്നിലും അവൻ എപ്പോഴും നിലകൊള്ളുന്നു. അവൻ എന്നെ സമയത്തുള്ള ഇല്ലാതാകുന്നില്ല. അപ്പൊ അവന് എന്നെപ്പോലെ തന്നെ, അവൻ എന്നിൽ തന്നെ വർത്തിക്കുന്നു എന്നർത്ഥം. സർവഭൂതസ്ഥിതം യോ മാം ഭജദ്യേകത്വമാസ്ഥിത സർവഥാ വർത്തമാനോപി സയോഗി മയി വർത്തതേ. എന്നിൽ അവൻ നിൽക്കുന്നത്. അവൻ എന്തൊക്കെ ചെയ്താലും ശരി, അവൻ എന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പൊ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അർജുനൻ്റെ ഒരു സംശയം, ഇതൊന്നും പറ്റത്തില്ല കൃഷ്ണ, എൻ്റെ മനസ്സൊന്നും ഞാൻ പറഞ്ഞതുപോലെ നിൽക്കത്തില്ല, അതിനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പം കൃഷ്ണൻ പറയുന്നത്, അത് പറഞ്ഞാൽ പറ്റത്തില്ല, മനസ്സിനെ നിയന്ത്രിക്കാൻ നീ പഠിക്കേണ്ട, അഭ്യാസം കൊണ്ട് അതിനെ നിയന്ത്രണത്തിൽ വരുത്താൻ നിനക്ക് കഴിയണം.
അപ്പോൾ അർജുനൻ വീണ്ടും ഒരു സംശയം ചോദിക്കുന്നു, ഈ ഇങ്ങനെ നിയന്ത്രിക്കാൻ പറ്റാത്തവൻ്റെ അവസ്ഥ എന്തായിരിക്കും? അവൻ നശിച്ചു പോകുമോ? അതോ അവൻ പിന്നീട് ഏതെങ്കിലും തരത്തിൽ അവൻ നന്നായി വരുമോ? അപ്പം കൃഷ്ണൻ പറയുന്നു, അങ്ങനെ സത്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാൾ അങ്ങനെ നശിച്ചു പോകത്തില്ല. അവൻ വേറെ ഏതെങ്കിലും ഒരു നല്ല, അതായത് കുറേ കാലം അവൻ്റെ സത്കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കും. എന്നിട്ട് അവൻ ഏതെങ്കിലും ഒരു നല്ല കുലീന കുടുംബത്തിൽ, നല്ല കുടുംബത്തിൽ ജനിക്കും, അല്ലെങ്കിൽ യോഗികളുടെ കൂട്ടത്തിൽ ചെന്ന് പെടും. ഈ ജനിക്കും അവിടെ ചെന്ന് സംഭവിക്കുമെന്നൊക്കെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരം കളഞ്ഞിട്ട് പിന്നെ പുതിയ ഒരു കുട്ടിയായിട്ട് അവിടെ ചെല്ലുന്നുള്ളതല്ല. അത് ആദ്യം തന്നെ നമ്മൾ റൂൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാം അധ്യായത്തിൽ തന്നെ അതെല്ലാം റൂൾ ഔട്ട് ചെയ്തതാണ്. നമുക്ക് വേറെ ഇല്ലാത്ത ഒന്നും ഉണ്ടായി വരാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ തന്നെ ഈ ശരീരത്തോടു കൂടി നിന്നുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാം അനുഭവിക്കേണ്ടത് എന്ന് കഴിഞ്ഞ അധ്യായത്തിലും 5-ാം അധ്യായത്തിലും പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെ എങ്ങനെ ഈശ്വരൻ സ്വയം ഭൗതികമായ രൂപത്തിൽ സംഭവിച്ചിരിക്കുന്നു, അതിനനുസരിച്ചുള്ളതാണ് എല്ലാം കിട്ടുന്നത്. അല്ലാതെ ഇനി വേറെ പോയിട്ട് ഈ രൂപം എല്ലാം പോയിട്ട് വേറെ എവിടെങ്കിലും പോയി എന്തെങ്കിലും ഫലം അനുഭവിക്കാൻ പോകുന്നില്ല എന്നാണ് അവിടെ തറപ്പിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിനൊക്കെ അനുസരണമായിട്ട് വേണം നമ്മൾ ഇതിനെ വ്യാഖ്യാനിക്കാൻ. എന്ന് മാത്രമല്ല, ഈ എല്ലാവരും ആത്മചൈതന്യം തന്നെയാണ്, ആത്മചൈതന്യത്തിൻ്റെ വിവിധ ഭൗതിക രൂപപ്രകടനങ്ങളാണ് എന്നുള്ള അടിസ്ഥാന തത്വം, ആത്മാവിന് ജനനവും മരണവും ഇല്ലെന്നുള്ള അടിസ്ഥാന തത്വം നിലനിർത്തിക്കൊണ്ട് വേണം ബാക്കി ശ്ലോകങ്ങളെല്ലാം നമ്മൾ വ്യാഖ്യാനിക്കാൻ. അല്ലാതെ അതെല്ലാം മറന്നിട്ട് ഇവിടെ പ്രത്യേകിച്ച് ഒരു വ്യാഖ്യാനമൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഇതായത് അയാൾ കുറേ കാലം കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒരു നല്ല കുടുംബത്തിൽ പോയി ജനിക്കുകയോ, അല്ലെങ്കിൽ ആ സത്കർമ്മിയുടെ കാര്യമാണ് പറയുന്നത്, മറ്റവന് ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷകൾ അനുഭവിച്ച് അതോടുകൂടി അവൻ്റെ ജന്മവും അവസാനിക്കും. എന്നുവെച്ചാൽ ആ രൂപം ഇല്ലാതാകും. അപ്പം അതോടുകൂടി അവൻ്റെ ജന്മം അവസാനിച്ചു എന്നർത്ഥം. ഇനി അല്ലെങ്കിൽ ഇങ്ങനെ സത്കർമ്മികളായിട്ടുള്ളവർ ഇങ്ങനെ വീണ്ടും അവർ പണ്ട് ശീലിച്ചു വന്നിരുന്ന, പണ്ട് പ്രയത്നിച്ചു വന്നിരുന്ന ആ യോഗപ്രാപ്തിക്കുള്ള പരിശ്രമങ്ങൾ വീണ്ടും തുടർന്ന് അവൻ യോഗാരൂഢനായി തീരും എന്നാണ്. അല്ലാതെ അവർ നശിച്ചു പോകത്തില്ല എന്നാണ് കൃഷ്ണൻ പറഞ്ഞ് നിർത്തുന്നത്. ഈ കാര്യങ്ങൾ, അതായത് എപ്പോഴും യോഗിയായിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് തപസ്സിനേക്കാൾ അധികമാണ് യോഗം, ജ്ഞാനത്തെക്കാൾ അധികമാണ് യോഗം എന്ന്, അതുകൊണ്ട് നീ യോഗിയാകുക എന്ന് അർജുനനെ ഉപദേശിച്ചുകൊണ്ട് ഈ 6-ാം അധ്യായം അവസാനിക്കുകയാണ്. അപ്പം ഇതിനകത്ത് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ധ്യാനിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു 2-3 ശ്ലോകങ്ങളിൽ കൂടി ധ്യാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവിടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കൃഷ്ണൻ. ആ രീതിയിൽ നമുക്ക് ഏകാഗ്രചിത്തരായിട്ടിരുന്നുകൊണ്ട് നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കാം. നമുക്ക് ഒരു ഏകാഗ്രത ഉണ്ടാക്കാൻ പഠിക്കാം. ആ ഏകാഗ്രതയാണ് മനുഷ്യൻ്റെ കോൺസെൻട്രേഷനാണ് അവന് ജന്മം കിട്ടിയുള്ള കഴിവുകൾ ഏറ്റവും ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ തന്നെ സഹായിക്കുന്നത് അവൻ്റെ ഈ ഏകാഗ്രതയാണ്, മനസ്സിൻ്റെ ഏകാഗ്രതയാണ്. അവൻ എന്ത് ജോലി ചെയ്യുന്നതാണെങ്കിലും ഏകാഗ്രതയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ അവൻ ഏറ്റവും ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് കഴിവിൻ്റെ വിനിയോഗത്തിൽ ഏകാഗ്രതയാണ് ഒരാളിന് അത്യാവശ്യം വേണ്ടത്. ഏകാഗ്രതയാണ് അയാളുടെ മിടുക്കിനെ തെളിയിച്ച് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഏകാഗ്രത നേടാൻ പഠിക്കണം. അപ്പം ധ്യാനിക്കാൻ എല്ലാവരും പരിശ്രമിക്കുക. ഇതിനകത്ത് പറഞ്ഞ പോലെ തന്നെ ധ്യാനിക്കാൻ പരിശ്രമിക്കുക, ഏകാഗ്രത പഠിക്കുക, ശീലിക്കുക. അപ്പം ഏകാഗ്രത ശീലിച്ചു കഴിഞ്ഞാൽ അവനവനെ തന്നെ അവനവന് നിയന്ത്രിക്കാൻ പറ്റും. അങ്ങനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ശാന്തിയും സമാധാനവും നമുക്ക് നിലനിർത്താൻ പറ്റും. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ആനന്ദത്തെ മറ്റ് ഭൗതിക ഉപാധികൾ കൂടാതെ തന്നെ നമുക്ക് നിത്യമായി അനുഭവിക്കാനും പറ്റും. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുക. നന്ദി, നമസ്കാരം.